ഹായ്. അപ്പോൾ ദ മൂന്നാറിലെ ഫസ്റ്റ് ഡേ ആണ്. നമ്മളിന്ന് ഒരു ദിവസം മാത്രമേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ മോർണിംഗ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഫോഗൊന്നും നമുക്കില്ല. എന്നാലും നമ്മളുടെ ഇവിടുത്തെ ഈ ഗ്ലാസ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഈ ഗ്ലാസ്സിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടുത്തെ ആ ഒരു ഫോഗിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് രാത്രി മൊത്തം ഉണ്ടായിരുന്നു. പിന്നെ ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെ വളരെ നല്ല തണുപ്പാണ്. നമുക്കിവിടെ ഫാൻ വേണ്ട, AC വേണ്ട, ഒരു സാധനങ്ങളും വേണ്ട. പിന്നെ ഏറ്റവും അറ്റത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റത്തുള്ള മലകളിൽ ഫോഗ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഇങ്ങോട്ടേക്ക് കയറി വരും, കുറച്ച് സമയം കൂടി എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് അറ്റ് ദ മൂന്നാർ. മൂന്നാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു 3 സ്റ്റാർ പ്രീമിയം റിസോർട്ടാണ്. ചിന്നക്കനാലിൽ നിന്നും 8 കിലോമീറ്റർ മാറി പെരിയക്കനാൽ മുട്ടുകാട്ട് റോട്ടിലാണ് ഇതിന്റെ ലൊക്കേഷൻ. ഇത് റൂംസ് ഒക്കെ വന്നിട്ട് ഒരു ക്ലിഫ് എഡ്ജ് കോട്ടേജസ് ആണ്. ആക്ച്വലി ഇതിനകത്ത് ഏറ്റവും നല്ല വ്യൂ കിട്ടുന്നത് ഹണിമൂൺ ക്ലിഫ് എഡ്ജ് കോട്ടേജിലാണ്. നമ്മുടെ ഇവിടെ ബാൽക്കണിയിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വ്യൂ, പിന്നെ അവിടുത്തെ കോടതൊക്കെ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ടൈമിനനുസരിച്ച് അതിന് വ്യത്യാസങ്ങളൊക്കെ വരാം. പിന്നെ ഇവിടുത്തെ എടുത്തു വരേണ്ട ഒരു കാര്യം ഫുഡാണ്. നല്ല അടിപൊളി ഫുഡാണ്. നമുക്ക് അതൊരു എടുത്തു വരേണ്ട കാര്യം തന്നെയാണ്. ഡിന്നർ ആയാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഇപ്പോൾ മെനു ഒന്നും തന്നെ ഇല്ല ഇവിടെ. ഈ സാഹചര്യത്തിൽ സ്റ്റാഫ്സിന്റെ കുറവുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഇവിടുന്ന് എല്ലാ ഡയറക്ഷൻസും കിട്ടും. നമുക്ക് ട്രിപ്പ് ഒട്ടും പ്ലാൻഡ് ആയിട്ടില്ല ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങൾ എവിടെ പോകണമെന്ന് തന്നെ നമുക്ക് ഇവിടെ വന്നിട്ടാണ് നമ്മൾ അറിഞ്ഞത്. മൊത്തത്തിൽ ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി എല്ലാം തന്നെ നമ്മൾ ഗുഡാണ്. ഒപ്പം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ്, അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. വൺസ് അഗെയിൻ വെൽക്കം ടു ജോസ് ട്രാവൽ ആൻഡ് ഫുഡ്. ഇത് നമ്മൾ ഒരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിയ കനാലാണ്. നമുക്ക് ചുറ്റും നോക്കി കഴിഞ്ഞാൽ കാണാം ഒരു വളരെ മനോഹരമായിട്ട് ഇടുക്കിയുടെ ഒരു സ്ഥലമാണ്. ചുറ്റും നിറയെ ഹിൽസും അതുപോലെ തന്നെ തേയില പ്ലാന്റേഷനും ആയിട്ട് ഒരു അടിപൊളി സ്ഥലമാണ് ഇടുക്കിയുടെ. നമ്മളിന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന ഇടുക്കിയിൽ തന്നെ കുറച്ച് പ്ലേസസ് ആണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മളിപ്പോൾ പന്നിയാർ എസ്റ്റേറ്റിലൂടെ പൂപ്പാറ വഴി ചതുരംഗപ്പാറ ലക്ഷ്യമാക്കിയാണ് യാത്ര ചെയ്യുന്നത്. ടീ പ്ലാന്റേഷനിലൂടെയുള്ള ഈ യാത്ര മനോഹരമായൊരു കാഴ്ച തന്നെയാണ്. ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. മാപ്പ് ഡിപ്പെൻഡ് ചെയ്യാതെ അവരിൽ നിന്നും യാത്രയ്ക്ക് ആവശ്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. തൊണ്ടിമല വഴിയാണ് നമ്മൾ പൂപ്പാറയ്ക്ക് പോകുന്നത്. നീലക്കുറിഞ്ഞി അപ്രതീക്ഷിതമായി പൂത്ത ഒരു പ്രദേശമാണ് തൊണ്ടിമല. എന്നാൽ കോവിഡ് നിയന്ത്രണ ഭാഗമായി ഇവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ ചതുരംഗപ്പാറ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഉടുമ്പൻചോലയിലാണ്. ഉടുമ്പൻചോലയിൽ ഇവിടെ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഈ ചതുരംഗപ്പാറ. അങ്ങനെ നമ്മൾ ഉടുമ്പൻചോലയിലെത്തി. ഇപ്പോൾ ചതുരംഗപ്പാറയിലേക്കുള്ള ആ കാറ്റാടിപ്പാടത്തിലേക്കുള്ള വഴിയിലൂടെയാണ്. അപ്പോൾ നമ്മൾ ചതുരംഗപ്പാറയിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് കണ്ടറിയാം തൗസൻഡ്സ് ഓഫ് വിൻഡ്മിൽസ് ആണ് ഇവിടെ ഉള്ളത്. കാറ്റ് ആസ്വദിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ചതുരംഗപ്പാറയിൽ തന്നെ വരണം. ഇത് ഏറ്റവും ഒരു ഞാൻ വരണമെന്ന് ആഗ്രഹിച്ച ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ആണ്. നമുക്ക് ഇവിടെ വന്നാൽ കാണാം. നമുക്ക് അവിടെ പുറത്ത് അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് നിറയെ നിലങ്ങളാണ്, കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളും. അത് തമിഴ്നാട് സ്റ്റേറ്റ് ആണ്. നമ്മൾ തമിഴ്നാട് ഫോറസ്റ്റിന്റെ റേഞ്ചിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത് ഇവിടേക്ക്. നമുക്ക് കാറ്റുകൊണ്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ആ മുകളിൽ നമുക്കൊന്ന് പോയി നോക്കേണ്ട, അവിടുത്തെ വ്യൂ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കണം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വെസ്റ്റേൺ ഗാർഡ്സിൽ നിന്ന് തമിഴ്നാടിന്റെ ഒരു പനോറമിക് വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഈ തേനി ഭാഗമാണ് തമിഴ്നാടിന്റെ നമുക്ക് ഇവിടുന്ന് കാണുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കുറേ ഫീൽഡ്സ്, കൃഷികളൊക്കെ ഉള്ള കുറേ ഫീൽഡ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 5 to 10 കിലോമീറ്റേഴ്സ് പെർ അവറിൽ ഇവിടെ കാറ്റ് വീശുന്നുണ്ട്. ഒപ്പം നല്ല കെയറും വേണം. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഈ ഹിൽസിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. വളരെ അപകടം പിടിച്ചൊരു സ്ഥലമാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം നമ്മുടെ കൂടെയല്ല, നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള പല ആളുകളുടെയും പല ഗാഡ്ജറ്റ്സും അതുപോലെ തന്നെ അവരുടെ സ്പെക്സ് ഇതെല്ലാം കാറ്റിൽ പറന്നു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. കാരണം വ്യത്യസ്ത വേഗതയിലാണ് ഇവിടെ കാറ്റ് എപ്പോഴും വീശുന്നത്. നമ്മൾ വിചാരിക്കുമ്പോൾ കാറ്റില്ല, നമ്മൾ ആ രീതിയിൽ നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ
അടുത്ത വരുന്ന കാറ്റിൽ നമ്മൾ മറിഞ്ഞ് വീഴും. ചതുരംഗപ്പാറയുടെ മെയിൻ അട്രാക്ഷൻ ഈ വിൻഡും അതുപോലെ വിൻഡ്മിൽസും ആണ്. അതുപോലെ തന്നെ നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടികളൊക്കെ നമുക്ക് 3 വരെ കിട്ടും. പിന്നെ നമുക്ക് കാറ്റ് വളരെ വിൻഡാണ്, നമുക്ക് ഒന്നും സംസാരിക്കാനോ അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഒരുവിധം ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന യാത്രകളെ പറ്റിയും ഒക്കെ ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട്